നീ വീഡിയോടെ നോക്കിയ നീ നാണം ഇല്ലാത്തവളാണ് എനിക്ക് പണ്ടേ അറിയടി ചറ്റിച്ച്. നിനക്ക് നാണം ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ നല്ലടി. നിന്നെയൊക്കെ എത്ര ആൾക്കാരെയോ എന്താ പറയാ വലിച്ചു വാരി ഒട്ടിക്കുന്നുണ്ട്, എന്നാലും നീ പഠിക്കില്ല. എടി അങ്ങനത്തെ പുല്ലത്തി നീ പറയണ്ടല്ലോ എന്റെ അക്കൗണ്ടിൽ കണ്ടവന്മാരുടെ പൈസ. എടി അത് എന്റെ കഴിവാടി. കണ്ടവന്മാര് എനിക്ക് പൈസ അക്കൗണ്ടിൽ ലക്ഷങ്ങൾ ഇട്ടേനെ, അത് എന്റെ കഴിവാടി. അത് നീ സമ്മതിച്ചല്ലടി സഫീന. നിന്റെ ഈ ചപ്പാത്തി പോലത്തെ മോറ് കണ്ടിട്ട് വരുന്നില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാ സഫീന? അതൊക്കെ ഒരു രോഗം, ഒരപ്പം എനിക്ക് വേണ്ടടി. നിന്റെ അപ്പം കുറച്ച് പഴയതായതുകൊണ്ട് ആൾക്കാർ ചിലപ്പോ മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മൾ വാക്ക് പാലിച്ചിട്ടുണ്ട്, നമ്മൾ എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ട്, കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇല്ല എന്നൊന്നും പറയരുത്. ആയാലും നിങ്ങളെല്ലാവരുടെയും റിക്വസ്റ്റ് പ്രമാണിച്ച് നമ്മൾ വന്ന് അത് കൊടുക്കേണ്ട സ്ഥലത്ത് വന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ നിൽക്കുന്നത് ഇവിടെയാണ്. പരാതി കൊടുത്ത ശേഷം വന്ന് നിൽക്കുകയാണ്. അപ്പം ചുമ്മാ പറച്ചിൽ എന്നുള്ളത് എൻ്റെ പരിപാടിയല്ല, ഞാൻ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ഈ വയ്യായ്മയും നമ്മൾ കണക്കാക്കില്ല. എന്നാലും എൻ്റെ ശാരിക്ക് മോനെ, നീ എന്നെ എന്നാലും വായിക്കൊള്ളാതെ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലടാ പൊന്നു മോനെ. അതുകൊണ്ടല്ലേ എന്നാലും ഉമ്മച്ചിയെ പറഞ്ഞ് മനസ്സിലാക്ക്. മക്കളെ ഉമ്മച്ചിയുടെ അടുത്തുനിന്ന് പിരിക്കാനൊന്നുമല്ല ആൻറ്റി ചെയ്തത്. അങ്ങനെ മക്കൾക്ക് തോന്നണ്ട കേട്ടാ. ഷഫീനെ അതുപോലെ തന്നെ ഷാജിദയും തമ്മിലുള്ള ഇഷ്യൂസ് ഇങ്ങനെ ഓരോ ദിവസം വരുംതോറും കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഷാജിദയുടെ മോനുണ്ടെങ്കിൽ ഈ ഒരു ഷഫീനെ വിളിക്കുകയും അവർ തമ്മിലൊരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഷാജിദ ലൈവിൽ വന്നിട്ട് ഷഫീനയ്ക്കെതിരെ ഭയങ്കരമായിട്ടുള്ള സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നീ പോയി കേസ് കൊടു, എൻ്റെ മക്കളെ ഞാൻ ഏത് രീതിയിലും വളർത്തും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനിപ്പം മറുപടിയായിട്ടാണ് ഇപ്പം ഷഫീന ബീവി എന്ത് ചെയ്തേക്കുന്ന ഒരു കേസ് പോലെ ഇത് കണക്ക് കൊടുത്തേക്കുന്നത്. ഈ ഒരു മക്കളെ നിന്ന് നല്ല രീതിയിലല്ല ഇവൾ നോക്കുന്നത് എന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞ് അതിൻ്റെ കാര്യം ഇനിയിപ്പം പോലീസ് ആ ഒരു കാര്യമൊക്കെ അന്വേഷിച്ചിട്ട് അതിനുവേണ്ട നടപടി എടുക്കും. അതിനുള്ള ആ ഒരു കേസാണ് ഷഫീന കൊടുത്തേക്കുന്നതെന്നാണ് വീഡിയോയിൽ ഷഫീന പറഞ്ഞിട്ടുള്ളത്. ഇവർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള അടി എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായിട്ട് തുടങ്ങുന്നുണ്ട്. കാരണം ഷഫീന ഉണ്ടെങ്കിൽ ഷാജിദയെ പറ്റി പറഞ്ഞു, ഷാജിദ പിന്നെ ലൈവിൽ വന്നിട്ട് ഷഫീനെ പറ്റി ഭയങ്കരമായിട്ട് പറയാൻ തുടങ്ങി. ഈ ഒരു വീഡിയോസ് ഇങ്ങനെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയിൽ മകൻ ഇടപെട്ടു. അത് ഭയങ്കരമായിട്ട് അടുത്ത ലെവലിലേക്ക് പോയി. ഇവർ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള വഴക്കും കാര്യങ്ങളുമാണ്. അവസാനം ലൈവിൽ വന്നിട്ട് വരെ ഒരു 1.5 മണിക്കൂർ ലൈവാണെങ്കിൽ ആ ലൈവിൽ ഫുള്ളായിട്ട് ഇവർക്കെതിരെ മാത്രം സംസാരിച്ചുകൊണ്ടാണ് ഷാജിദ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. ഇവർക്കെതിരെ പറയുന്നുണ്ട്, ഈ ഒരു നിനക്ക് പറ്റുമെങ്കിൽ കേസ് കൊടു എന്നൊക്കെയുള്ള കാര്യം, ഞാനും എൻ്റെ മക്കളും എനിക്ക് ഇഷ്ടമുള്ള കണക്ക് ഞാൻ അവരെ നോക്കും, നിനക്ക് എന്താണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേയധികം കാര്യങ്ങളാണ് ഷാജിദ ഇപ്പം ഷഫീനയ്ക്കെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവസാനം എന്തായാലും ഷഫീന ഇപ്പം കേസ് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ എന്താണെന്നുള്ളത് ഷഫീന അടുത്ത വീഡിയോസായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ. എന്തായാലും ഷാജിദയ്ക്കെതിരെ ഇനി ഷാജിദ ഇതിനെതിരെയും വീഡിയോ ഇടും എന്നുള്ളൊരു കാര്യമാണിപ്പം തോന്നുന്നു. ചിലപ്പോൾ ഉടനെ തന്നെ വീഡിയോ കാണാവുന്നതായിരിക്കും.